കൊച്ചറ എ.കെ.എം. യു.പി. സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. 1968 പ്രവർത്തനം ആരംഭിച്ച കൊച്ചറ എ.കെ.എം. യു.പി. സ്കൂൾ 57 വർഷങ്ങൾ പിന്നിടുകയാണ്. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നായ എ.കെ.എം. യു.പി. സ്കൂളിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് ആദരവ് നൽകി. രക്ഷിതാക്കൾക്കായി നടത്തിയ പഠന ക്ലാസ് കുഴുത്തോളു ദീപ ഹൈസ്കൂൾ അധ്യാപകൻ ഷിജോ ജോൺ നയിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോൺ കാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. സാധാരണക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആദ്യകാല വിദ്യാലയങ്ങളിൽ ഒന്നായി മാറിയ എ.കെ.എം. സ്കൂളിന് അതേ മുഖം തന്നെയാണ് ഇന്നും ഉള്ളത് എന്നുള്ളത് ഒരു ദുഃഖമായ ഒരു സത്യമാണ്. 1000-ലധികം കുട്ടികൾ പഠിച്ചിരുന്ന എ.കെ.എം. സ്കൂൾ വിദ്യാഭ്യാസം കച്ചവട മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ആക്കാട്ടുമുണ്ടയിൽ, ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയൻ കുഴിക്കാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ ഷാൻ ജോസഫ് കദളിക്കാട്ടിൽ, ഷീബ ജോർജ്, മാത്യു തോമസ്, ഷൈലമ സിബി, ടോണി മാക്കുറ, സ്കൂൾ ഹെഡ് മാസ്റ്റർ വർഗീസ് ഡൊമിനിക്, പഞ്ചിങ് അക്കാദമി പ്രതിനിധി ജോബിൻ സ്പാനോസ്, ഗീതു അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും ജനപ്രതിനിധികളും തമ്മിൽ മുഖാമുഖം പരിപാടിയും നടന്നു. സ്കൂളിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കുട്ടികളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അവയ്ക്ക് അനുഭാവപൂർണമായ നടപടികൾ ഉണ്ടാകുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.